ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം കൊടുത്ത് വീണ്ടും ഒരു ദിവസം നമുക്ക് ദാനമായിട്ട് തന്ന നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥന നിയോഗമായിട്ട് പലതരത്തിൽ രോഗപ്പെടുകളെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, മത്തായി എഴുതിയ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിൽ 13-ാം തിരുവചനത്തില് യേശു ശതാധിപനോട് പറയുകയാണ്, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ പ്രത്യംസുഖം പ്രാപിച്ചു. ഈശോയുടെ നാമം, ഈശോയുടെ വാക്ക് അത് അനുഗ്രഹമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് യേശു കർത്താവ് ഉത്തരം നൽകുന്ന ഉറപ്പ് നമുക്ക് നൽകുകയാണ്. 107-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ 20-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് തൻ്റെ വചനം വഹിച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് അവിടുന്ന് വിടുവിച്ചു. യേശുവാകുന്ന വചനം നമ്മുടെ എല്ലാ രോഗപ്പീടുകളിൽ നിന്നും രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിലൂടെ രോഗികളായ മക്കളെ ദൈവമായ കർത്താവ് സൗഖ്യപ്പെടുന്ന വലിയ പ്രാർത്ഥന നമുക്ക് ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് നമുക്കായിരിക്കാം.